നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കപ്പപ്പുഴുക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ കോംബോ കപ്പയും ചിക്കൻ കറിയും, കപ്പയും ബീഫും, കപ്പയും മീൻ മുളകിട്ടതുമാണ്. എൻ്റെ കോംബോ കപ്പയും ചിക്കൻ കറിയാണ് കേട്ടോ. ഇവിടെ 4 കിലോ കപ്പ വെച്ചിട്ടാണ് കപ്പപ്പുഴുക്ക് തയ്യാറാക്കുന്നത്. കപ്പ നീളത്തിലൊന്ന് വരഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ശേഷം കൊത്തി കൊത്തി ഇതുപോലൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. 3-4 തവണ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് മിക്സഡ് വലിയ ജാർ എടുത്ത് അതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 7 അല്ലി വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കപ്പ വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്തില്ല, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാനായിട്ട് നിൽക്കേണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ അടുത്ത കാലത്ത് പലതവണ നമ്മൾ കപ്പപ്പുഴുക്ക് തയ്യാറാക്കിയപ്പോഴും കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയില്ല കേട്ടോ. ഇത് പക്ഷേ 2-3 തള തിളച്ചപ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടി. കൈകൊണ്ടൊന്ന് ഞെക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്ന് ഊറ്റി മാറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. കപ്പയിൽ നമ്മുടെ അരപ്പ് നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുഴുക്കിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 5-6 ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഹാഫ് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് കുറച്ച് വറ്റമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഉള്ളി ഗോൾഡൻ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ താളിച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പുഴുക്കിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ താളിപ്പ് ചേർത്തിട്ട് കപ്പയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് മാറ്റാം. ഇത് ബീഫ് കറി, ചിക്കൻ കറി, മീൻ മുളകിട്ടതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്താലുണ്ടല്ലോ പാത്രം കാലിയാകുന്നതേ അറിയില്ല. ഇവിടെ എൻ്റെ കോംബോ ചിക്കൻ കറിയാണ്. അതിൻ്റെ ഷോർട്ട് വീഡിയോ താമസിയാതെ വരുന്നതായിരിക്കും. അതുകൂടി കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.